ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം ഗാർഡനിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ അരേലിയ പ്ലാന്റ്സ് എങ്ങനെ വേര് പിടിപ്പിച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം. 2 ടൈപ്പുള്ള അരേലിയ പ്ലാന്റ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് വെയിലത്ത് വെച്ചിട്ട് ലേശം മഞ്ഞ കളറായിട്ടുണ്ട്. പക്ഷേ ഇത് ഷെയ്ഡി വെക്കുവാണെങ്കിൽ ഇത് നല്ല ഗ്രീൻ കളർ ഇരിക്കേണ്ടതായിരുന്നു. ഈ അരേലിയ പ്ലാന്റ്സ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇതെങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ പോട്ടി മിക്സ് ആയിട്ട് മണ്ണും ചാണകപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യമൊക്കെ ഞാനിതിൻ്റെ വലിയ കമ്പുകൾ കൊണ്ട് വെച്ച് പിടിപ്പിക്കാൻ നോക്കിയേ, പക്ഷേ വേര് തീരെ പിടിക്കുന്നില്ലായിരുന്നു. പിന്നീടാണ് ഞാൻ തുമ്പൊടിച്ചൊന്ന് കുത്തി നോക്കിയത്. അന്നപ്പം അത് പെട്ടെന്ന് വേര് പിടിച്ചു വന്നിട്ടുണ്ട്. ഒരു 2 ആഴ്ചയോളം എടുത്തു വേര് പിടിക്കാൻ, എങ്കിലും ഉണങ്ങിപ്പോയില്ല, വേര് പിടിച്ച്. ഇതിലോട്ട് നമുക്ക് കുറച്ച് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാവേ. ഇനി നമുക്ക് പോയിട്ട് തുമ്പ് ഒടിച്ചുകൊണ്ട് വരാവേ. ഞാനൊരു ചെറിയ തുമ്പ് മാത്രമേ ഒടിക്കുന്നുള്ളൂ. ഈ പ്ലാന്റ്സിൻ്റെ തന്നെ തുമ്പ് ഒടിച്ച് വേറെ നട്ടു വെച്ചിട്ടുണ്ട്. ഇതിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം നടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത്രയും ചെറിയൊരു തുമ്പ് ഒടിച്ചെടുത്താൽ മതിയേ. വലിയ കമ്പായിട്ട് വെക്കുമ്പോൾ ഇതിൻ്റെ വേര് പിടിക്കുന്നേ ഇല്ലായിരുന്നേ. ഇതിനെ നമുക്ക് ഈ ചട്ടിയിലോട്ട് നട്ട് കൊടുക്കാവേ. ഇത് ഞാൻ ചെടികളൊക്കെ നട്ട് വെക്കാനെടുക്കുന്ന ചട്ടികളാണ്. ചെറിയ ചട്ടി ആയതുകൊണ്ട് ഇതിനെ നമുക്കിനിയും ഷെയ്ഡിലോട്ട് മാറ്റി വെക്കാവേ. തീരെ വെയിലില്ലാത്തിടത്തോട്ട് വേണേ വെക്കാൻ. വെയിലത്ത് വെച്ചാൽ ഇത് ഉണങ്ങിപ്പോകും. ഇത് ഞാൻ ബേക്കിൽ ഇതുപോലെ വേര് പിടിപ്പിക്കാൻ വേണ്ടിയുള്ള ചെടികളൊക്കെ സൈഡിൽ വെക്കുന്നുണ്ട്. അവിടോട്ട് വെച്ച് കൊടുക്കാവേ. ഇതൊക്കെ കണ്ടില്ല, ഞാൻ വേര് പിടിപ്പിച്ചെടുത്തതാണ് ഇതൊക്കെ. ഇത് ഞാൻ 2-3 ദിവസം മുമ്പ് വേര് പിടിപ്പിക്കാൻ വെച്ചതാണ്. ഇതിൻ്റെയൊക്കെ വേര് പിടിച്ച് വരുന്നുണ്ട്. ഇതിലിടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കണേ, രാവിലെയും വൈകിട്ടും. ഞാനൊരു ബോട്ടിലിനെ മൂടി ഓട്ടയാക്കിയിട്ട് ഇതുപോലെ വെള്ളം ഒഴിക്കാൻ വേണ്ടി എപ്പോഴും എടുത്ത് വെക്കുമെന്ന്. ഇപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഇതിനങ്ങ് വെള്ളം ഒഴിക്കാൻ നമ്മൾ മറക്കുകയില്ലല്ലോ. അങ്ങനെയാണ് എടുത്ത് വെച്ചത്. വളരെ സിമ്പിളായിട്ട് നമുക്കിതുപോലെ അരേലിയ പ്ലാന്റ്സ് വേര് പിടിപ്പിച്ചെടുക്കാം. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്കിത് വേര് പിടിപ്പിച്ചെടുക്കാൻ സാധിക്കും. വീണ്ടും നമുക്ക് നല്ല ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.